നമസ്കാരം. നമസ്കാരം. ആര് വന്നാലും അകത്തേക്ക് വിടണ്ട. തീരുമാനം വരുന്നത് വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു പാർട്ടിക്കാരുടെ എതിർപ്പ്? ഒച്ചയും ബഹളവും ഒക്കെ അവറ്റകൾ ഇവിടെ ഉണ്ടാക്കൂ. ഒറ്റ എണ്ണത്തിന്റെ ശബ്ദം അങ്ങ് ഡൽഹിയിലെത്തില്ല. അതല്ലേ താൻ പറഞ്ഞപ്പോഴേ ഞാൻ കയറി കൈ തന്നത്. ഇനി എന്റെ കയ്യിലേക്ക് വരേണ്ടത് അത് റെഡിയല്ലേ? സംശയിക്കണ്ട, സാറിന്റെ ഫ്രിഡ്ജിന്റെ കീ തന്നെ. കഴിഞ്ഞ ദിവസം വർഗീസിനോട് പറഞ്ഞ് ഞാൻ എടുപ്പിച്ചതാ, ഒരു ചെറിയ റിപ്പയറിനെന്നും പറഞ്ഞു. സാറ് പറഞ്ഞ തുക മുഴുവനും എണ്ണി നോക്കിയത്. രാജ്യസഭാ സീറ്റിനുള്ളതേ ആയിട്ടുള്ളൂ. സഹയാണെങ്കിലും ഒരു കേന്ദ്രമന്ത്രി കിരീടം വന്നോണ്ടിരിക്കുക, അത് മറക്കണ്ട. മറക്ക്, ഞാൻ ദാ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. പോരെ? ആ മതി. സൈൻ ഓഫ് പറ. പിള്ളയുടെ വീടിന്റെ ബാക്ക് ഡ്രോപ്പിൽ തന്നെ വേണം. വർദ്ധൻ പിള്ളയുടെ വീടിന്റെ മുന്നിൽ നിന്നും ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. ഇവിടുത്തെ 1 കിലോമീറ്റർ മുമ്പ് റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നേരെ റൈറ്റിലോട്ട് തിരിഞ്ഞ് അവിടെ ചോദിച്ചാൽ എന്താ ഇവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല. ആ വണ്ടി ഇപ്പൊ ആരാടും സാർ? അവര് വഴി ചോദിക്കായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു. ഹലോ സാർ, CA ആന്റണിയാണ്. എന്താടോ താൻ എന്നെ കാണണോന്ന് പറഞ്ഞിട്ട്? ഞാൻ സാറിന്റെ വീടിന് മുമ്പിൽ തന്നെ ഉണ്ട്. സാറിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് സംശയം തോന്നിട്ട് ഒരാളെ പിടിച്ചിട്ടുണ്ട്. കണ്ടിട്ടൊരു പത്രപ്രവർത്തനാന്ന് തോന്നുന്നു. പത്രപ്രവർത്തകനോ? റോയിറ്റേഴ്സ്, BBC, ഡൽഹി ബേസ്ഡാ. അപ്പോ ലോക്കൽ ചാനലൊന്നും അല്ല. എന്തായിരുന്നു ഉദ്ദേശം? ലുക്ക് സർ, ഇത് റോങ് ഫുൾ കൺഫൈൻമെന്റ് ആണ്. എന്നെ ഒരു ക്രിമിനലിനെ പോലെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാന്ന് പറഞ്ഞാൽ നാഷണൽ റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഓക്കെ. ഈ റോയിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര പോലീസുകാർക്ക് അറിയാം? നിങ്ങളൊക്കെ പുറത്തിറങ്ങി നിൽക്ക്. വേണു ഇരിക്കേ. വേണ്ട. എന്തായിരുന്നു ഇൻഫർമേഷൻ? നിങ്ങൾ എന്ത് കണ്ടു? ഷൂട്ട് ചെയ്തു? പറയടോ. മിണ്ടരുത്. സാർ ഊഹിച്ചത് തന്നെയായിരുന്നു ഇൻഫർമേഷൻ തെറ്റാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. എങ്ങനെ? കർത്ത സാർ കൈയും വീശിയാണ് വന്നത്. പണം അടങ്ങുന്ന ബാഗോ ബ്രീഫ് കേസോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാർ, എന്താടോ? പോലീസ് ആ വാൻ ചേസ് ചെയ്ത് പിടിച്ചു ഒരു വയർലെസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് NBA എന്ന് പേരുള്ള പുതിയ ചാനലിൻ്റെ വണ്ടി ഇന്ന് രാത്രി ലോഞ്ച് ചെയ്യുന്ന ചാനലാണ്. TV-യിൽ ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ല, ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വണ്ടി വിട്ടയച്ചു. NBI, News Bureau of India. Tonight at 10 p.m. we are launching. വാർത്തയുടെ പുതിയ വിസ്ഫോടനവുമായി tonight at 10 p.m. ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിക്കോടോ? പറ. അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇപ്പൊ നീ പറയുന്നതാ കച്ചവടം. വാരി മുന്നിലേക്ക് ഇട്ട് തരാൻ ഞാൻ 5 മിനിറ്റേ ഉള്ളൂ. പറടാ. എനിക്കറിയില്ല സാർ. വർഗീസേ, ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്ത്. 2 മിനിറ്റുള്ളിൽ ഇവിടെ എത്താവുന്ന ദൂരത്ത്. ഹലോ, അതെ, ഭരതൻപിള്ള. ഹലോ. ആരാ? അറിയില്ല, കട്ടായി. തിരിച്ചു വിളിക്കുക.
സ്വിച്ച് ഓഫ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. NBI ന്യൂസ് ബ്യൂറോ ഓഫ് ഇന്ത്യ. സത്യസന്ധമായ വാർത്തകൾക്ക് മുഖവര ആവശ്യമില്ല. അതുപോലെ തന്നെ യാതൊരു മുഖവരയും കൂടാതെ NBI ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. കുംഭസാരങ്ങൾ ചാനൽ സ്ക്രീനുകളിൽ നാം പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുംഭസാര രഹസ്യം ഒരു വൈദികൻ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. 2003 കോളിളക്കം സൃഷ്ടിച്ച ജോസഫ് എന്ന യുവാവിന്റെ ലോക്കൽ മരണം മുൻ മന്ത്രി മാമൻ ഗുരുവിളയ്ക്ക് വേണ്ടി നടത്തിയ ആസൂത്രിത കൊലപാതകമായ Sorry, വേണു. Sorry for the inconvenience. വൈദികൻ വെളിപ്പെടുത്തുന്നു. വർഗീസേ, വേണുവിനെ എവിടാന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാൻ പറയും. സോറി. ആ ചട്ടങ്ങളെക്കാൾ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കുമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. താൻ എന്തൊക്കെയാണോ ഈ കാട്ടിക്കൂട്ടിയത്? ഞാനാണോ ആംബുലൻസ് വരെ ബുക്ക് ചെയ്തത് ആരാ? ഇനി അഥവാ അതാണ് വാർത്തയെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് ചിലത് മാറ്റണം. താൻ കൊണ്ടുവന്ന ക്യാഷ് എന്ത് ചെയ്യും? അതിനു വേണ്ടിയാ, അല്ലാതെ അല്ല, മാമൻ ഗുരുവിള മറ്റു സഭയിൽ അംഗമായതിനാൽ അങ്ങയുടെ ഇത് ഏതാച്ചൻ? പശ്ചാത്തപിക്കാത്ത പാപി ശിക്ഷയ്ക്ക് അർഹനാണ്. എന്താണ് പറ്റിയത്? എടാ രേണു എവിടെ? നിങ്ങൾ ഒരുമിച്ചല്ലേ പോന്ന്? അവസാന നിമിഷം വരെ കാത്തു നിങ്ങളെ കാണാതായപ്പോഴാ വേറൊരു സ്റ്റോറി ഏറിയത്. എടാ, എന്താ ഉണ്ടായെന്ന് പറ. 9 മണിക്ക് ഞാൻ അവളെ കയറ്റി വിട്ടതാണ്, ഷൂട്ട് ചെയ്ത ഫുട്ടേജുമായിട്ട്. എടാ, അവക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? പേടിക്കാരി, അവൾക്കൊന്നും പറ്റില്ല. അല്ല, നമുക്കിപ്പോ തന്നെ ഇഷ്യൂ ഏറെ ചെയ്താലോ? ഋഷി, വാർത്തയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. തന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി വ്യവസായി രാജൻ കർത്ത ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ഭരതൻ പിള്ളയ്ക്ക് കോടികൾ കൈമാറുന്ന കാഴ്ച കാണുക. ഈ വാർത്തയ്ക്ക് മുന്നേ നിന്റെ ഈ കുമ്പസാര വാർത്തയ്ക്ക് എന്താണ് പ്രസക്തി? ഈ ചാനൽ ജനിച്ചത് തന്നെ ചാപിള്ളയായിട്ടാ. ഒരു ലോഞ്ചിങ് പ്രോഗ്രാം പോലും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യാൻ കഴിയാത്ത നിന്നെ കണ്ടിട്ടാണോ ഞാൻ ഈ കാശ് മുടക്കേണ്ടത്? മതി, മടക്കി കെട്ടിയരെ. ഭരതൻ പിള്ളയുടെ വീടിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. നീ അവളെ എവിടെ വിട്ടേ? ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു കാർ വന്നു. രേണു അധികാരം പോയി. വണ്ടി എടുക്ക, ഭാരത വിഷനിലോട്ട്.